എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്റർനാഷണൽ ട്രിപ്പ് അതേ തിരിച്ച് തമിഴ്നാട്ടിലെത്തിയിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ സേലത്തിനടുത്ത് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്ന് വൈകുന്നേരം നമ്മൾ തിരിച്ച് കേരളത്തിൽ കയറും. അപ്പോൾ രാവിലെ എല്ലാവരും കുളിച്ച് ഫ്രഷായി ഇനി നമുക്ക് കാപ്പി കുടിക്കണ്ടേ? കാപ്പി കുടിക്കണം. അവിടെ ഒരു കട നിർത്തിയുണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി വേണമെങ്കിൽ കുറച്ച് ദോശയും വടയൊക്കെ കഴിച്ചിട്ട് വന്നു. തമിഴ്നാട് സ്പെഷ്യൽ ദോശ. അതെ, ഇന്ന് പപ്പയേക്കാം. അപ്പം പുത്ത ട്രാവൽ വ്ളോഗിൻ്റെ കാഠ്മണ്ഡുവിൽ നിന്നും തിരിച്ച് കേരളത്തിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ഹോട്ടൽ കണ്ടിട്ട് വന്നായിരുന്നു, പക്ഷേ ഇവിടെ സ്നാക്സും ചായയും കാപ്പിയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അപ്പുറത്ത് പോയി കഴിക്കണം. ഇന്നലെയൊക്കെ നല്ലപോലെ കിടന്നുറങ്ങിയോണ്ട് ക്ഷീണമൊക്കെ മാറി. ഇതേ കുഴൽക്കിണർ കുത്തുന്ന വണ്ടിയല്ലേ ഇത് രണ്ടും? അതെ. ഇനിയിപ്പോൾ ഇവരുടെ സീസണാണ്. കന്യാകുമാരി 490 തണ്ണിമത്തൻ ലോഡ് കൊണ്ട് ഇറക്കുന്നു. രാവിലെ ടോൾ ബൂത്തിൽ നല്ല തിരക്കാണല്ലോ. ഇവിടെ 560 രൂപയാണ്. അതായത് ഈ 2 ആക്സിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഒറ്റ കാറ്റഗറിയിലാണ് പെടുത്തിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 10 വീൽ വണ്ടി തൊട്ട് വലിയ പുള്ളർ വരെ 560 രൂപ. അതെ, അവിടെ ഒരു കട കാണുന്നുണ്ട്. നമുക്ക് ഇങ്ങോട്ട് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ഒതുക്കിക്കോ. അപ്പം ഞാൻ ഇഡ്ഡലിയാണ് പറഞ്ഞത്. അതെ, 2 ഇഡ്ഡലി, നല്ല പൂ പോലത്തെ ഇഡ്ഡലി, ഒരു മെതുവടയും ചട്നി, തേങ്ങാ ചമ്മന്തി. ഇതന്നെതാ മതിയാ. ഇത് മുളക്. ഞാൻ ഈ ചട്നി മാത്രമേ കൊടുള്ളൂ. ഇത് തക്കാളി. ഞാൻ 2 ഇഡ്ഡലി പറഞ്ഞതാ. ദോശ മതി എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ വേണ്ട ഇഡ്ഡലി എടുത്തായിരിക്കും. വിശക്കുന്ന ഞങ്ങളെ വന്ന് ദോശ വന്നു. മസാല ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് എത്ര ദിവസമായിരുന്നു അല്ലേ? നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നല്ല എനർജി ആയില്ലേ? എന്നാ വണ്ടി എടുത്തോ. സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കോ. എയർ കയറണേ കുറച്ച് സമയം എടുക്കും. എയറെല്ലാം ഇറങ്ങിപ്പോയില്ലേ? ഫുള്ള് ഇറങ്ങിപ്പോയി. അപ്പോഴേ നമ്മൾ നാട്ടിൽ നിന്ന് പോയിട്ട് ഇന്ന് 28ാമത്തെ ദിവസമായി. 1 മാസം അടുത്തു. പക്ഷെ നമ്മുടെ ആദ്യത്തെ നേപ്പാൾ ട്രിപ്പിൽ നമ്മൾ 32ാമത്തെ ദിവസമാണ് വീട്ടിലെത്തിയത്, തിരിച്ചു വരുന്നത്. അന്ന് പക്ഷേ ഹൈദരാബാദ് നമ്മൾ ചെന്നിട്ട് ലോഡിന് വേണ്ടി 4-5 ദിവസം അവിടെ വെയിറ്റ് ചെയ്തു. നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയ ലോഡ് നമ്മൾ ഹൈദരാബാദിലായിരുന്നു ഇറക്കേണ്ടത്. അവിടെ ഇറക്കിയിട്ട് പിന്നെ 4-5 ദിവസം അവിടെ ലോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമുക്ക് നേപ്പാളിലേക്കുള്ള ലോഡ് കിട്ടുന്നത്. ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് തമിഴ്നാട് ലിമിറ്റഡ്. ഇവിടുത്തെ ലൈൻ ബസ്സുകളെല്ലാം നോക്കി, എന്നാ കളർഫുള്ളാന്ന് നോക്കി. സേലം റെയിൽവേ സ്റ്റേഷൻ ലെഫ്റ്റിലേക്ക് സ്റ്റീൽ പ്ലാന്റ് ഉണ്ട് ഇവിടെ കേട്ടോ. വലിയൊരു സ്റ്റീൽ പ്ലാന്റാണ് സേലത്തുള്ളത്. ഈ സേലം ടൗണിൽ വരുമ്പോൾ എപ്പോഴും ഓർക്കുന്ന ഈ എലിവേറ്റഡ് ഹൈവേ വന്നതിന് ശേഷം ഇവിടെ ബ്ലോക്കില്ല. ടൗണിന് മുകളിൽ കൂടെ വണ്ടി പോകുന്നതല്ല. താഴെ ഇറങ്ങേണ്ട വണ്ടികൾ താഴേക്ക് ഇറങ്ങിയാൽ മതി. ചെന്നൈ, കോയമ്പത്തൂർ, കന്യാകുമാരി റെയിൽവേ ലൈൻ പണിയാനുള്ള സാധനം ഉണ്ടോ വെച്ചേക്കുന്നത്. ഇതെല്ലാം പാളം വരുന്നത്. പണ്ട് ഇതെല്ലാം തടിയായിരുന്നു, തേക്കും തടിയായിരുന്നു. അപ്പോൾ അതെല്ലാം കോൺക്രീറ്റായി. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോഴും തടിയുടെ ഇത് പാളം കിടക്കുന്ന കാണാം. പാളമല്ല, അതിൻ്റെ ക്രോസ് ചെയ്യുന്ന ഇത് ഭീമ. മുത്തിനോട് പറഞ്ഞു സൂപ്പറായിരുന്നു. മുത്ത നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേ കണ്ടോ, നമ്മുടെ 544 നിന്ന് ഇറങ്ങി വരുന്ന ഈ വലത്തെ വഴി ഉണ്ടോ, കാർ ഇറങ്ങി വരുന്നത്, കറുത്ത വണ്ടി വരും. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോണേ. NH 44 ഇവിടുന്ന് നേരെ പോകും. നമ്മളിതേ ഇവിടെ കോയമ്പത്തൂർ ഈറോഡൊക്കെ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വേണം പോകാൻ. ആ കണ്ടെയ്നർ പോകുന്ന 544 കൂടെയാണ്. നമ്മളിതിലെ ഇങ്ങനെ കറങ്ങി ചെന്ന് അതിലേക്ക് കയറും. ഇതാ നമ്മൾ വന്ന ഹൈവേ 44 നേരെ പോയി. മൊത്തം വഴിയാണ് ഇതിലെ എല്ലാം. എന്താ അവിടുന്ന് വരുന്ന വണ്ടികൾ ഇങ്ങനെ വന്ന് കയറും. അപ്പോൾ ഇനി നമ്മളെ NH 544 കൂടെ അങ്കമാലി വരെ. അങ്കമാലി ഏത് വഴിക്ക് കയറും? ലെഫ്റ്റ് തിരിയും. അത് ഏത് റോഡാണ്? MC റോഡ്. അത് MC റോഡ് എവിടെ വരെ ഉള്ളത്? മൂവാറ്റുപുഴ വരെ ഉള്ളു. അവിടെ നിന്ന് പിന്നെ തൊടുപുഴയ്ക്ക് നമ്മൾ വേറെ പോകാം. എവിടെ നിന്നിട്ടാ? അങ്കമാലിയിൽ നിന്ന് കേശവദാസപുരം വരെ, തിരുവനന്തപുരം വരെ. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ധാരാളം തെന്നിന്തോപ്പുകളൊക്കെ കണ്ടു തുടങ്ങി. പാലക്കാട് 203. ഊട്ടിക്ക് വിട്ടാലോ 210 കിലോമീറ്റർ. ലോറിയും കൊണ്ട് ഓട്ടിക്കുക വേണ്ട, ലോറിയും കൊണ്ട് പോകണ്ടെന്ന. മറ്റേ ആ മലയുടെ മുകളിൽ കുറേ ശിവലിംഗങ്ങളാണ് കാണുന്നത്. 1008 ശിവലിംഗങ്ങളുള്ള ഒരു ക്ഷേത്രമാണ്. കണ്ടതിൽ എന്തായാലും സന്തോഷം. ഞങ്ങൾ പറഞ്ഞു ചേട്ടാ ഇറങ്ങി. ഞാൻ പറഞ്ഞു ഇവിടെ ഉള്ളവരാണ്, മലയാളികളാണോ അതോ ഇവിടെ ഉള്ളവരാണോ? ചേട്ടാ തമിഴ്നാട് വേണ്ടി. അപ്പൊ തമിഴ്നാട്ടുകാരായിരിക്കും. വെല്ലൂരാ.
അന്നപൂർണ മെഡിക്കൽ കോളേജ്. ആ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെ സുശ്രുത മഹർഷിയുടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ശസ്ത്രക്രിയയുടെ പിതാവാണ് സുശ്രുത മഹർഷി. ആദ്യം ശസ്ത്രക്രിയ ചെയ്ത ആളാ. ഈ കാര്യങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചല്ലേ? ആ സ്കൂളിൽ പഠിച്ചാ. മുത്തൊക്കെ പഠിക്കുന്നുണ്ടോ ഇപ്പൊ എല്ലാവർക്കും അല്ലേ? അറിയത്തില്ല. ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ എങ്ങനെയാ ഇന്ന് പഠിച്ചത് നാളെ ഓർമ്മ അപ്പോഴാ അത് കൊള്ളാലോ. സ്കൂളും കഴിഞ്ഞ് കോളേജ് എത്തി അപ്പോഴാണ് സ്കൂളിൽ പഠിച്ച കാര്യം ചോദിക്കുന്നത്. അതൊന്നും അങ്ങനെ മറന്നു പോകാൻ പാടില്ല. പഠിക്കുന്ന കാര്യങ്ങൾ മറക്കാനേ പാടില്ല. മെമ്മറിക്കകത്ത് സൂക്ഷിച്ചു വെക്കണം അല്ലേ? അതെ. ഈ ചരക മഹർഷിയോ? ചരക മഹർഷി ആയുർവേദത്തിന്റെ പിതാവാ. ആണോ? ആ, അദ്ദേഹം ശസ്ത്രക്രിയ ഒന്നും ചെയ്യുകയല്ലായിരുന്നു, തോന്നുന്നു വൈദ്യനായിരുന്നു. മുത്തേ, ഇപ്പൊ നമ്മള് തന്റെ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ട്രിപ്പ്? അടിപൊളിയില്ലായിരുന്നു അല്ലേ? നല്ല ട്രിപ്പ്. നേപ്പാളിലെ തലസ്ഥാനം കാഠ്മണ്ഡു വരെ ലോറിയും കൊണ്ട് പോവാന്നുള്ളത് എന്റെ പ്ലാനിലേ ഇല്ലാത്ത കാര്യമായിരുന്നു. അതും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അതൊരു വ്യത്യസ്തമായ ഒരു ട്രിപ്പായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. കുറച്ചുകൂടെ നേരത്തെ പോകണ്ടായിരുന്നു ഇപ്പൊ തോന്നുന്നു. ആ ലൈസൻസ് കിട്ടിയപ്പോഴേ വേണ്ടതായിരുന്നു. ഇച്ചിരി താമസിച്ചു പോയോ എന്നൊരു സംശയം അല്ലേ? നേരെ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കാഞ്ഞോണ്ടാ അങ്ങനെയുള്ള കാര്യങ്ങളെ. പിന്നെ അതുപോലെ മൊത്തം പഠിക്കായിരുന്നു. പിന്നെ ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞല്ലേ അടുത്ത രാജ്യം. എന്താണേലും ഒരു നല്ല ട്രിപ്പായിരുന്നു അല്ലേ? നല്ല ക്ലൈമറ്റ് ആയിരുന്നു അവിടെ ചെന്നപ്പോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ തണുപ്പ് ഞാൻ നോക്കട്ടെ, മുത്തിന് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ആ തണുപ്പിൽ കിടന്ന് ഉറങ്ങുന്ന കാര്യം. താലിയോ? ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത്രയ്ക്ക് ഇഷ്ടപ്പെടാനുള്ള ഇതൊന്നും ഇല്ല അതിനകത്ത്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ? പിന്നെ ബ്ലോക്കിന്റെ ഒരു എക്സ്പീരിയൻസ് മുത്തിന് മറ്റേ ഫറാക്കായിലെ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നോ? ഫറാക്ക ബാരേജിലെ ബ്ലോക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ അതുപോലെ തന്നെ ഇവിടെ വന്ന് കുറെ ദിവസം കിടക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ വേറെ കാര്യം, ഫറാക്കയിൽ ഇത്രയും കൊതുകില്ല. അത് ശരിയാ. ഭയങ്കര കൊതുക്. ഇവിടുത്തെ കൊതുക് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. ബോർഡറിലെ കൊതുകളല്ല, ഒരു പ്രത്യേക കൊതുകളാണ്. എനിക്ക് ചൂട് കൂടുതലുള്ള സ്ഥലം അതുകൊണ്ടാ. റെക്സോളും ഒക്കെ അങ്ങനെ തന്നെ. റെക്സോളിലെ കൊതുക് ഉറക്കുന്നുണ്ടോ? ജീവിതത്തിൽ മറക്കുകയല്ല. ഈ യു പിയിലും ബീഹാറിലും അവിടെ ആ ഭാഗം എല്ലാം ഭയങ്കര ചൂടല്ലേ? ചൂടുള്ളിടത്തെല്ലാം ഭയങ്കര കൊതുക. അതെന്നാ തണുപ്പാകുമ്പോ ഈ കൊതുകൊക്കെ എങ്ങോട്ട്? അതറിയത്തില്ല. നല്ല വലിപ്പമുള്ള കൊതുക്. ചോര പിടിച്ചങ്ങോട്ട് വീർക്കും. അതിനൊരു കളറില്ല, ഒരു ചെമ്പിച്ച കളറാ. ഇത് ആന്ധ്രയിൽ നിന്ന് ഈ മീനെ കൊണ്ട് വരുന്ന വണ്ടിയാണ്. മീനായത് ഈ വളർത്തു മീനാണ്. ഇതെല്ലാം നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ ഇഷ്ടം പോലെ പോകുന്നുണ്ട്, വിജയവാഡ സൈഡിൽ നിന്ന്. ഇവിടെ പിന്നെ നോക്കി വന്നില്ല, എല്ലായിടത്തൂടെയും ബൈക്കുകാർ വരും. ഇന്ന സ്ഥലമൊന്നുമില്ല. മൊത്തം നിർത്തണ്ടായിരുന്നു, പിന്നെ എയർ മൊത്തം ഇറങ്ങിപ്പോവല്ലേ. എയർ നല്ല ശക്തമായിട്ട് പോകുന്നുണ്ട്. തമിഴ്നാട്ടിൽ ശകലം ഡീസൽ വില കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ 92 രൂപ 84 പൈസ. കർണാടക കൂടിയോണ്ട് നമ്മൾ കർണാടകയിൽ നിന്ന് ഫുൾ ചെയ്തില്ല. അല്ലെങ്കിൽ സാധാരണ കർണാടകയിൽ നിന്ന് ഫുൾ ചെയ്ത് പോരുന്നായിരുന്നു. കണക്കൊക്കെ എഴുതി വെച്ചോ ഡീസലിന്റെ ഒക്കെ? കണക്കൊക്കെ കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ട്. ഈടെ ഡീസൽ അടിച്ചപ്പോ ഞാനാ പൈസ കൊടുത്തത്. അതിങ്ങോട്ട് ഇട്ടില്ല, എന്റെ അക്കൗണ്ടിലോട്ട് ഇട്ടില്ലല്ലോ. അതെ, രണ്ടുപേരും ബാറ്റ ഡ്രൈവർമാരല്ലേ. അതില് എന്താ ഫുൾ ബാറ്റ അമ്മയ്ക്കില്ല. 50-50 അങ്ങനെ മതി. 50-50 ഇല്ല. 50-50 എത്ര പെർസെന്റ് കൊടുക്കണം? ഞാൻ 2-3 തരാം. അതെങ്ങനെ ശരിയാണ്? മൊത്തത്തിൽ നിന്നോ? ലൈലൻഡ് ചേസുകൾ കണ്ടോ? എത്ര ചേസുകളാണ് ഇതെല്ലാം! കണ്ടെയ്നറിനുള്ള കേട്ടോ, 10 വീല് കണ്ടെയ്നറിനുള്ള നീളം കൂടിയ വണ്ടിയാണ്. ശങ്കേരിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ലോറിയുടെ കേന്ദ്രമാണ്. ബോഡി വർക്ക്ഷോപ്പ്, അല്ലാതുള്ള വർക്ക്ഷോപ്പുകൾ, പിന്നെ ഒരുപാട് ലോറികളുണ്ട് ഇവിടെ. ആ കാണുന്ന എല്ലാം ടയർ കടയും വർക്ക്ഷോപ്പുകളും ഒക്കെയാണ്. എന്നൊക്കെ എന്ത് വണ്ടികളാണ്, ലോറികളാണ് കിടക്കുന്നത്. ഇത് നമ്മുടെ 4 ലൈൻ വരുന്നതിന് മുമ്പുള്ള പഴയ വഴിയാണ്. എനിക്ക് എത്ര ലോറികളാണ് കിടക്കുന്നതെന്ന്. എല്ലാം 14 വീലും 12 വീലും 16 വീലും ഉള്ളൂ. ചെറുവണ്ടികൾ വളരെ കുറവാണ്. അതും വർക്ക്ഷോപ്പാണ്. ഇഷ്ടംപോലെ വർക്ക്ഷോപ്പുകളുണ്ടെന്ന് അവിടെ. ലൈലൻഡ് വണ്ടികളല്ലേ കൂടുതലും ലൈലൻഡ് വണ്ടികളാണ്. അതേ ഉള്ളൂ. ലോറികളുടെ എന്ത് പണികളും ഇവിടെ ചെയ്യാം. എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എത്ര ക്യാബിൻ അഴിച്ചു വെച്ചേക്കുന്നത്, മാറിയേക്കുന്ന ക്യാബിനുകളൊക്കെ. അതുപോലെ തന്നെ ഈ കുഴൽക്കിണർ വണ്ടികളുടെ പണികൾ, അത് ശങ്കേരിയല്ല, തിരുച്ചങ്കോട് അതിന്റെ മെയിനാണ് ഏരിയ. തമിഴ്നാട്ടിലെ മലനിരകളൊക്കെ കണ്ടോ? ഉണക്കൊന്നും ബാധിക്കാറായിട്ടില്ല, നല്ല പച്ചപ്പ്.
നല്ല പച്ചപ്പാ. തമിഴ്നാട്ടിൽ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവിടെ എല്ലാം നല്ല അത്രയും പാറയായിട്ട് ഉണ്ടോ അല്ലേ? എല്ലായിടത്തും അതുകൊണ്ട് ചുറ്റിനും നോക്കിയ മലനിരകളാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കാവേരി നദി ക്രോസ് ചെയ്യുക. കാവേരിയിൽ വെള്ളമൊക്കെ കുറവാണ്, അത് തന്നെ ഡാം ഉണ്ടല്ലോ, മേട്ടൂർ ഡാം കാവേരി നദിയില്ല, അത് താഴെ ആ ഭാഗത്ത് എവിടെ? കാവേരി നദിയിൽ നിറയെ പാറക്കെട്ടുകളാണ്. അതിന്റെ തീരത്ത് തന്നെ അതെ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഇതൊരു ട്രക്ക് പാർക്കിംഗാണ്. ലോഡ് ഇറക്കി കാലിവണ്ടിയാ, ഇനി ലോഡിന് വേണ്ടി കിടക്കുന്നതാണ്. ഈ പിള്ളേരൊക്കെ ലോഡ് ഇറക്കി കഴിഞ്ഞാൽ ലോഡിന് വേണ്ടി തന്നെ ദിവസങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് പറ്റുന്ന ലോഡ് കിട്ടണ്ടേ? അവരാ ബസ്സിന് വന്ന് ഇറങ്ങിയതാണേ. സൂപ്പർ സൂപ്പർ. അവിടെ ഇറങ്ങിയപ്പോ തൊട്ടേ ഇങ്ങോട്ട് നോക്കി നിൽക്കായിരുന്നു. മൊത്തം വണ്ടി ഓടിച്ചോണ്ട് നിർത്തുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവിടെ 605 രൂപ. തോളിനല്ല, നല്ല കനവാ കേട്ടോ. അപ്പൊ 800 ഒക്കെ ആയിരുന്നു പുറയില്ല അവിടെയൊക്കെ. എല്ലായിടത്തും 800, 850 ഒക്കെ. കോയമ്പത്തൂർ ടൗണിലേക്ക് പോകേണ്ട വണ്ടികളാണ് ഇതിലെ ലെഫ്റ്റ് കയറി പോകുന്നത്. ഇതിലെ നേരെ റൈറ്റിലേക്ക് കോയമ്പത്തൂർ ടൗൺ. പാലക്കാട്, കൊച്ചിൻ. എന്താ കാറ് കൊണ്ടുവന്ന് ഇറക്കാൻ തുടങ്ങണോ? ഇറക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ചോറിനുണ്ടേ, പിന്നെ ചോറിനെണ്ണം. അപ്പം നമ്മളിനി കുറേ നേരത്തേക്ക് 4 ലൈനിൽ നിന്ന് ഇറങ്ങുക. ഇനി ഡബിൾ ലൈനേ ഉള്ളൂ. ഇനി അപ്പുറം ചെല്ലുമ്പോഴേ 4 ലൈൻ ഉള്ളൂ. എല്ലാൻറ്റി ബൈപ്പാസിലേക്ക് കയറുക. ഊണ് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് മാറിക്കോ മുത്തേ? എനിക്ക് ശമ്പളമൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞു. പിന്നെ ഞാനെന്തിനാ വണ്ടി ഓടിക്കുന്നേ? മെയിൻ ഡ്രൈവർ ഇരുന്ന് ഓടിച്ചോട്ടെ. അത് പറഞ്ഞ ആ 3% ജോലി ചെയ്യണം. പോട്ടെ, 3-4 ആക്കി തരാം. രാജിവെക്കാൻ പോവാന്ന്. എനിക്ക് കിട്ടുന്ന കാര്യം തന്നെ അറിയത്തില്ല. അപ്പോഴേ ഇനി അമ്മയ്ക്കും കൂടെ ഇല്ല, രാജിവെക്കാനുള്ള സമയമില്ല. ആദ്യം സാലറി കിട്ടുമോന്ന് നോക്കട്ടെ. അതെ, ആദ്യം എനിക്ക് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഇതല്ലേ കോയമ്പത്തൂരേക്ക് ലോഡും കൊണ്ട് വന്നിട്ട് ഇനി തിരിച്ചുള്ള ലോഡൊക്കെ നോക്കി കിടക്കുന്ന വണ്ടികളാണ്. ഇത് കണ്ടോ, ഇത് ഈ വണ്ടികൾ ഞാൻ പറഞ്ഞില്ലേ, ആസാം വണ്ടികൾ, വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളുണ്ട്, ഇതിനെ നീളമുള്ള വണ്ടികൾ. ഇതുണ്ട് കാറ്റുണ്ട്, ചുഴലിക്കാറ്റ്. ഇതുണ്ട് ഓരോ സൈസ് വണ്ടികൾ. ഇപ്പം നമ്മൾ എത്ര ടൈപ്പ് വണ്ടിയുണ്ട്. ഇതെല്ലാം ഓപ്പൺ ബോഡി, അതെ ഫ്ലാറ്റ് ബോഡി. അവിടെ കിടക്കുന്നു ഒത്തിരി വണ്ടികളുണ്ട്, ഇഷ്ടം പോലെ. 6 വീല് വണ്ടികളാ. നല്ല ചൂട്. വെയിൽ ഇത്രയും മതിയോ? ചൂട് ഇത്രയും മതിയോ? മതി. ഇവിടെ ഇതുപോലുള്ള മുയല്, നാട്ടുകോഴി ഇതൊക്കെ കിട്ടും. അതെ, വലിയ കോഴി അല്ലേ? വാലൊക്കെ കണ്ടോ, നീണ്ട് സുന്ദരന്മാര്. എല്ലാം ഓരോരോ ഹട്ടുകള്. ഈ മേല് ഷീറ്റാണെങ്കിലും അത് തോല മേഞ്ഞിട്ടുണ്ട്. വാഴയില ഊണ് കഴിച്ചിട്ട് കുറേ ദിവസമായി. വന്ന വഴിക്കൊക്കെ ഞാൻ പറഞ്ഞ വാഴയില പോയി ഒടിച്ചോണ്ട് പോയി, ഞാൻ അട ഉണ്ടാക്കി തരാമെന്ന്. ഇലയട അതൊന്നും എടുത്തില്ല, ഒന്നും നടന്നില്ല. ഇനിയിപ്പോൾ ഇലയുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടായി തന്നാൽ മതി. അതെ, എല്ലാ അടുത്ത ട്രിപ്പിനുണ്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ മൊത്തനൊരു നാട്ടുകോഴി ബിരിയാണി, പിന്നെ 2 ഊണുമാണ് പറഞ്ഞത്. പിന്നെ അല്ലാതെ തന്നെ നമ്മളൊരു സ്പെഷ്യൽ സാധനം പറഞ്ഞിട്ടുണ്ട്. നാട്ടുകോഴി കുളമ്പ്, മീൻ കുളമ്പ്, മട്ടൻ കുളമ്പ്, തക്കാളി രസം, പച്ചപ്പുളി രസം. ഇതന്നെ കാട്ടുവറുവല. ഇത് നാട്ടുകോഴി കാട്ടുവറുവൽ. കാട്ടുവറുവൽ എപ്പടി ഇருக்கு? நல்லா இருக்கா? വേറൊരു വറുവലും കൂടെ ഉണ്ട്, ആശാരി വറുവൽ. അതെന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതുപോലെ തന്നെയാണെന്ന് പറഞ്ഞു, ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്ന്. ഇനിയിപ്പോൾ അത് അടുത്ത ട്രിപ്പ് മേടിക്കാം, ഓർത്തോണം കേട്ടോ. ഓർക്കാൻ എളുപ്പമുണ്ട്, ആശാരിന്ന് ഓർത്താൽ മതി. എരിവുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞായിരുന്നു, കാരം കൊഞ്ചം ജാസ്തി എടുക്കും. എന്നാ പിന്നെ സ്വന്തം പാത്രത്തിലോട്ട് ഇച്ചിരി ചോറിട്ട് കഴിക്കത്തില്ലേ? ഇത് ടേസ്റ്റ് ചെയ്യാൻ വന്നാ എൻ്റെ പ്ലേറ്റിലിട്ടോ ബിരിയാണി വരുമ്പോൾ ടേസ്റ്റ് മാറും. എന്നിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ്? രസം 2 ഒഴിച്ച് കഴിച്ചു. അല്ല, സത്യം പറഞ്ഞാൽ എനിക്ക് ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അത് വേണ്ടാന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇന്നും കൂടെ അല്ലേ തമിഴ്നാട്ടിലുള്ള, എന്നാ പിന്നെ കഴിച്ചേക്കാം, നാളെ കിട്ടാണ്. നാട്ടുകോഴി ബിരിയാണി നമ്മുടെ അവിടെ കിട്ടുകയല്ലോ. ഇല്ല, ആയിക്കോട്ടെ. ഞാൻ ഓർത്തുണ്ടല്ലോ ഇന്ന് ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ, തമിഴ്നാട്ടിലെ വെജിറ്റേറിയൻ ഊണുണ്ണാന്നാ ഓർത്തത്. അന്നേരം മെയിൻ ഡ്രൈവർ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ നാട്ടുകോഴി കറി വേണമെന്ന് പറഞ്ഞു. അമ്മ ഇന്ന് വഴിതെറ്റിച്ചത്. അതെ, അതുകൊണ്ട് പിന്നെ നമ്മൾ മെയിൻ ഡ്രൈവറുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സമാകാൻ പാടില്ലല്ലോ എന്ന് ഓർത്ത് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെച്ചു. ഞാനും അങ്ങനെ തന്നെ ഉദ്ദേശിച്ചു, നാളെ നാട്ടുകോഴി കറി കഴിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നമ്മൾ ആ കമ്പ സൈഡിൽ കിട്ടുന്ന നാട്ടുകോഴി ബിരിയാണിയുടെ ടൈപ്പ് അല്ല ഇത് കേട്ടോ, ഇത് വ്യത്യാസമുണ്ട്.
അവിടെ ആ ഒറ്റ കാലായിട്ടാണ് വരുന്നത്. ഇത് പക്ഷേ പീസാണ്. പീസായിട്ടായിരുന്നു. ഇത് ഒറ്റ കുഞ്ഞു കുഞ്ഞു പീസുകളാണ്. കാട്ടുവറവലിന് നല്ല എരിവുണ്ട്. പക്ഷെ നല്ലതാണ്, വലിയ കുഴപ്പമില്ല. ഗ്രേവി ഇല്ലാതെ പെരളനായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിന് പക്ഷേ തൂക്കം കേട്ടോ, പ്ലേറ്റ് അല്ല. ഇതിപ്പോൾ 1/2 കിലോയാണ്. റേറ്റ് എത്രയാണെന്ന് അറിയത്തില്ല, ബില്ല് വരുമ്പോൾ അറിയാം. പിന്നെ അതോട് നോക്കി 1/2 കിലോ എല്ലാം ഉണ്ട്. ഇത് 1/2 കിലോ കറിയില്ല ഏട്ടായി മേടിച്ചത്. അതിന് കുറവൊന്നും വന്നിട്ടില്ല. ബാക്കിയല്ലേ കുറേ തൊലിയും ഇത് എൻ്റെ പ്ലേറ്റിലുണ്ട് കുറച്ച്. പോയേക്കാന്നാ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വെയിലായപ്പോഴേ കോട്ടറയർ പതുക്കെ പുറകോട്ട് വലിഞ്ഞു നൈസായിട്ട്. രാവിലെ വേണേ വണ്ടി ഓടിക്കായിരുന്നു. എന്നിട്ട് ഞാൻ ഓടിച്ചോളാന്ന് പറഞ്ഞല്ലോ. ഇല്ലല്ലോ, പറഞ്ഞാണല്ലോ. ഇല്ലല്ല, എന്നോട് പറഞ്ഞില്ല, അച്ഛനായിരിക്കും പറഞ്ഞത്. എന്നോട് പറഞ്ഞു കേറിക്കോ, ഞാൻ കേറി. അല്ല, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഓടിക്കാന്ന് പറഞ്ഞല്ലേ. അത് കഴിഞ്ഞ് കുറച്ചിങ്ങ് വന്നപ്പോ ഇപ്പൊ ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ പുറകിൽ എന്നോട് പറയാ ഞാൻ ഓടിച്ചോടാന്ന്. തൽക്കാലം കോയമ്പത്തൂർ വരെ ഇവിടുന്ന് ഞാൻ ഓടിക്കാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ കോയമ്പത്തൂർ വരെ ഓടിച്ചോടാന്ന് പറഞ്ഞു. ഞാനടുത്ത് കണ്ടെയ്നർ കിടക്കുന്നെന്ന് പറഞ്ഞപ്പോഴേ അതാണ് ട്രെയിൻ പുറകോട്ട് പോകുന്നുണ്ടോ. ഓ, ഇതിന്റെ അറ്റത്ത് കൊണ്ടുപോയി തല പിടിപ്പിക്കാൻ പോയിരിക്കും. 2 എഞ്ചിനുണ്ട്. കപ്പളത്തോട്ടം തമിഴ്നാട്ടിലെ കൃഷികൾ കാണാനാണ് ഒത്തിരി ഉണ്ട്. ഇതേ ഇവിടെ ഇപ്പൊ ടോള് നിർത്തിയെന്ന് തോന്നുന്നു. കുറച്ചായല്ലോ നിർത്തിയിട്ട്. ഇനി ഇതിപ്പോ പണിയാൻ പോവാ. 6 ലൈനൊക്കെ ആയിട്ട് പണിവാരിക്കും. നമ്മുടെ നാട്ടുകോഴി ബിരിയാണിയെ നമ്മുടെ ചിന്നമന്നൂര് കിട്ടുന്ന നല്ല ഇതിലും നല്ല ഇച്ചിലൂടെ. ഇത് ആ ടൈപ്പ് അല്ല, വേറൊരു ടൈപ്പാണ്. പക്ഷെ അതിനകത്ത് അധികം മസാലയൊന്നും ഇല്ല, പക്ഷെ നല്ലതുവാ. ടേസ്റ്റ് ഉണ്ട് അതിന്. നല്ല എന്നാ പറയുന്നത്, ഒരു കാല് ഫുള്ളായിട്ട് പുഴുങ്ങിയ പോലെ ഇരിക്കും, പക്ഷെ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. ഊണിന് എത്ര രൂപയെ? ഊണ് മേടിച്ചില്ലോ. അല്ല, അതല്ലേ സമയൽ അല്ല, സമയലല്ല, ശാപ്പാട്. അതന്നെ സമയല്. ശാപ്പാടിന് ഞങ്ങളുടെ ഊണിന് ഒരെണ്ണത്തിന് 210 രൂപ. നമ്മുടെ നാട്ടുകോഴി കാട്ടുവറവില്ലായിരുന്നു, അതിന് 1/2 കിലോയ്ക്ക് 740 രൂപ. പിന്നെ നാട്ടുകോഴി ബിരിയാണി അതിന് 370 രൂപ. 370 രൂപ. പക്ഷെ അവിടെ അത്രയും വിലയില്ല കേട്ടോ. ഏതാ നമ്മളെ ചിന്നമനൂർ പണ്ട് കയറി കട ഓർക്കുന്നുണ്ടോ? അതെ, അവിടെ 270 രൂപ, 270 300 ആ ഒരു റേഞ്ച്. അതൊക്കെ ഓരോ കടയുടെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറഞ്ഞ് നിൽക്കും. ഈ വഴി വരുമ്പോഴേ കുറേ സിഗ്നലുകളുണ്ട്, മെയിൻ സിഗ്നലുകൾ എല്ലാം ഇച്ചിരി സമയമെടുക്കും. ഇവിടെ ഇപ്പോൾ ഈ ടോള് നിർത്തിയോണ്ട് എളുപ്പമുണ്ട്. നേരത്തെ ഈ ഫാസ്റ്റാഗ് ആകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം കയറുന്ന ഒരിടത്തുനിന്ന് ടോള് കൊടുത്ത് റെസിപ്റ്റ് എടുക്കണം. എന്നിട്ടുണ്ടല്ലോ ഈ ഓരോ ടോളിലും, മുന്നോട്ടുള്ള ഓരോ ടോളിലും ഈ റെസിപ്റ്റ് കാണിച്ച് വേണമായിരുന്നു പോകാൻ. അല്ലെങ്കിൽ റെസിപ്റ്റ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവിടെ വേറെ എടുക്കേണ്ടി വരും. മുമ്പേ പറഞ്ഞ പിൻവലിച്ചേക്കുന്നു, ഈ ടോള് നിർത്തിയിട്ടില്ല. മുന്നാടി ടോൾ ഇருக்கு. അത് ഇടയ്ക്കുണ്ടായിരുന്ന ബൂത്തുകളെല്ലാം, ടോൾ ബൂത്തുകളെല്ലാം നിർത്തി. പക്ഷേ സ്റ്റാർട്ടിങ്ങിനുള്ളത് ഇല്ല, ഈ ഒരെണ്ണം ഉള്ളൂ. അപ്പോൾ ഈ ഹൈവേയിൽ പോകുന്ന വണ്ടികൾക്ക് മാത്രമേ ഉള്ളായിരിക്കും, ഇടയ്ക്കുന്ന് വന്ന് കയറുന്ന വണ്ടികൾക്കൊന്നും ടോളില്ലെന്ന് തോന്നുന്നു. ഞാനോർത്ത് ഇവിടെ ബൈപ്പാസൊക്കെ നല്ലപോലെ പണിയാൻ പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടോള് നിർത്തുകയായിരിക്കും എന്ന് ഓർത്തു. ഇപ്പോഴേ തമിഴ്നാട് നമ്മൾ തീരാറായി. തമിഴ്നാട് RTO ചെക്ക് പോസ്റ്റാണ് മുന്നിൽ, ശാബടി. ഇത് RTO ചെക്ക് പോസ്റ്റ്. ഇവിടെ നിർത്തുന്നില്ല, ഇപ്പോൾ ചെക്ക് പോസ്റ്റ് നിർത്തിയിട്ടില്ലല്ലോ. കൈ കാണിച്ചാൽ നിർത്തുന്നില്ലെന്ന് പറഞ്ഞ് പോകായിരുന്നു, അവിടെ കൈ കാണിച്ച ആളുണ്ടായിരുന്നു. നിർത്താനേ ഇവിടെ പകല് വലിയ തിരക്കില്ല. പകലല്ല, ഇപ്പം വലിയ ലോറികൾ കുറവാണ്, അതുകൊണ്ടാണ് എല്ലാ വണ്ടിയും കാലിവണ്ടിയാണ് പോയത്. അയ്യോ, ഒരാൾ അവിടെ നിർത്താന്ന് പറഞ്ഞില്ലായിരുന്നു. അല്ല, പുള്ളിയെ കണ്ടില്ല. ഉണ്ടോ? എന്നാ അവിടെ നിർത്ത്, എൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് മുന്നേ നിർത്താന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞ ആള് ഇപ്പൊ അപ്പുറം വേണ്ടെന്ന് പറഞ്ഞില്ലേ, പേരെന്നാ? വിവേക്. അപ്പൊ വിവേകിന് കുറച്ച് വണ്ടിയൊക്കെ ഉണ്ട്. വിവേകിന്റെ വണ്ടിയാണ്. എങ്ങോട്ട്, ഏത് റൂട്ടാ ഓടുന്നത്? കേരള, കോയമ്പത്തൂർ. കേരള മാത്രം? മൈസൂർ. ഒത്തിരി ലോങ് പോകുന്നില്ല. മൊബൈൽ ടയർ വർക്ക്സ് ആയത്. ഈ ഫോൺ നമ്പർ വിളിച്ചാൽ എവിടെയെങ്കിലും ടയറൊക്കെ പഞ്ചറായി നിൽക്കുകയാണെങ്കിൽ ഫോൺ നമ്പർ വിളിച്ചാൽ ഇവരവിടെ വന്ന് റെഡിയാക്കി തരും. നല്ല കംപ്രസറൊക്കെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലതല്ലേ? പുറത്തു നിന്ന് വെയിലത്തോട് നോക്കത്തില്ല. നല്ല വെയിലാ, നല്ല ചൂടും. നമ്മളെ അത് തന്നെയല്ലേ, നമ്മൾ AC ഇറങ്ങി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും ചൂട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. ചൂട് തന്നെയല്ല, വെയിലത്തോട്ട് നമ്മളിങ്ങനെ നോക്കത്തില്ല. കണ്ണ് അങ്ങ് അടഞ്ഞു പോവാ. എറണാകുളം 163, ആലപ്പുഴ 217. ഇനി ഈ
വീട്ടിൽ ചെന്നിട്ട് എന്നെ വിളിക്കാനുള്ള പിന്നെ ഒരു 150-60 കിലോമീറ്റർ ഒക്കെ അമ്മയ്ക്ക് ഒരു കാര്യമുള്ള കാര്യമാണ്. അല്ലല്ല. രാവിലെ സേലത്തുനിന്ന് 400 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇപ്പൊ 160 കിലോമീറ്ററല്ലേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. എനിക്ക് മറ്റേ സംഭവമില്ലേ പനന്നൊങ്ക്, അത് നീ കേട്ടില്ല. അയ്യോ അതിന് ഏത് വഴിക്ക് പോണം? ഞാൻ എത്ര നാളായി ഇപ്പൊ അത് നോക്കി നടക്കാൻ വേണ്ടതറിയാം. എപ്പോ ഇതുവഴി വന്നാലും ഇപ്പൊ അത് കിട്ടുന്നില്ല. ഈ വഴിക്ക് കാണുകയില്ല. അതൊക്കെ നേരത്തെ പറഞ്ഞിരുന്ന അവിടുന്ന് വന്ന വഴിക്ക് നോക്കി വരത്തില്ല. അവിടേക്ക് രാവിലെ നോക്കി കണ്ടില്ല. ഈ കാർ ഗാഡികളെല്ലാം നമ്മുടെ കേരളത്തിലേക്ക് കാറും കൊണ്ട് വരുന്ന വണ്ടികളാ. ഇതിനകത്ത് നിറച്ച് കാറാ. ഇത് ഉണ്ടായി. അവിടെ പുറകില് അക്ക പനങ്ക ശരിയാക്കുന്നു. ഉണ്ടോ? അവിടെ ഒരു പാട്ടി ഇരിപ്പുണ്ട്. ഓടിച്ചില്ല ചെല്ലിയല്ലേ പോയി അപ്പനും മോളും കൂടെ മേടിച്ചോണ്ട് വരെ. അത് ശരി. അതിനും ഇനി ഞാൻ ഇറങ്ങി വരണം. ചെല്ലിയല്ലേ പറഞ്ഞോ, എത്ര വേണ്ടെന്ന് പറ. ഒരു 5 എണ്ണം. നൊങ്ക് 5 എണ്ണമാണോ പറഞ്ഞേ? 4 എണ്ണം ഇങ്ങ് എടുത്തോളാൻ പറഞ്ഞു. 5 പീസ് അല്ല, ഇതിന് മധുരില്ല, ചെറുത് മതി. ഇപ്പൊ 2 ഇളനയും കൂടെ ചാപ്പിട്ടാക്കി അതൊക്കെയാലും നിർത്തിയല്ലേ അല്ലേ? KSRTC ഒക്കെ പറന്നു പോന്നു. ഞങ്ങൾ ഓരോ കരിക്കും കുടിച്ചു. മറ്റേ ഇത് പനന്നൊങ്കും കിട്ടി. നമുക്ക് ഒരു കഴിക്ക് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എവിടെ നിർത്തുമ്പോ സമാധാനമായിട്ട് കുടിച്ചിട്ട് റിലാക്സ് ചെയ്തിട്ട് വണ്ടി ഓടിച്ച് പൊക്കും. എനിക്ക് ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞു മതി. ഇപ്പൊ വയറ് നിറഞ്ഞിരിക്കുക. കണ്ടതിൽ ഭയങ്കര സന്തോഷം. വീട്ടില് എല്ലാവരും ഭയങ്കര ഫാനാണ്. അമ്മ, വൈഫ്, പെങ്ങള് എല്ലാരും എല്ലാരോടും അന്വേഷണം പറഞ്ഞത്. എവിടെ താമസിക്കുന്നത്? ഞാനിവിടെ പാലക്കാട് തന്നെ. പാലക്കാട്. എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാണ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. എവിടാ? ഇവിടെ CS അക്കാഡമി സ്കൂൾ കോയമ്പത്തൂർ. കോയമ്പത്തൂര്. അപ്പൊ അന്നേരം വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് എന്നും പോയി വരുമോ? എന്നും പോയി വരുന്നു. ഓക്കെ, അപ്പൊ എല്ലാരോടും അന്വേഷണം പറഞ്ഞേരെ. ഓക്കെ, വീഡിയോസ് എല്ലാം കാണാറുണ്ടോ? വിടാതെ കാണാറുള്ളൂ. ശരി, താങ്ക് യു. അപ്പോൾ നമ്മൾ തമിഴ്നാട് തീർന്ന് കേരളത്തിലേക്ക് കടക്കാൻ തുടങ്ങിയാണ്. അവിടെ തമിഴ്നാട് പോലീസിൻ്റെ മറ്റേ ബാരിക്കേഡ് വെച്ചേക്കുക. അതുകൊണ്ടാണ് ഒരു ലൈനായിട്ടാണ് പോകുന്നത്. ഇവിടെ വരുമ്പോൾ ഈ തമിഴ്നാടിൻ്റെ പോലീസ് ചെക്ക് പോസ്റ്റ് അപ്പുറമായിരുന്നു, പോലീസ് ഹെഡ് പോസ്റ്റ്. അവരത് ഇങ്ങോട്ട് മാറ്റിയെന്ന് തോന്നി ഇപ്പോൾ പുതിയതായിട്ട്. തമിഴ്നാട് പോലീസ് നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്, വലുപ്പത്തിൽ. ഞാൻ എത്ര കറക്കിയിട്ടാവുന്നു തിരിഞ്ഞു വന്നറിയാം. അപ്പോൾ അതെ, നേരെ നമ്മൾ ഈ കലുങ്കിനപ്പുറം കേരളം. കീപ് ടു ലെഫ്റ്റ് ലൈൻ, പെനാൽറ്റി 1000. കയറുന്നിടത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് എല്ലാ ഡ്രൈവർമാരും ഓടിക്കുക. ഡിസ്ട്രിക്ട് പോലീസ് പാലക്കാട്. അപ്പോൾ ഇതേ നമ്മൾ കേരളത്തിൽ കയറി അങ്ങനെ വാളയാറിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പാലക്കാട് 22 കിലോമീറ്റർ, കൊച്ചി 154, തിരുവനന്തപുരം 373. മലയാളത്തിലൊക്കെയുള്ള ബോർഡുകൾ കാണാൻ തുടങ്ങി. ഗവൺമെൻറ് ടിമ്പർ ഡിപ്പോ വാളയാർ. കേരളത്തിൻ്റെ ബോർഡർ RTO ചെക്ക് പോസ്റ്റ് നിർത്തി കേട്ടോ. ഇതുണ്ടോ? ഇവിടെ ഇല്ല. ഇതായിരുന്നു RTO ചെക്ക് പോസ്റ്റ്. വെൽക്കം ടു കേരള, ഗവൺമെൻറ് ടിമ്പർ ഡിപ്പോ വാളയാർ. തടി വെട്ടിയിട്ട് ലേലം ചെയ്ത് ഓരോരുത്തർക്ക് നമ്മൾ അവിടെ നിന്ന് കയറ്റിയില്ലേ, ഗുജറാത്തിനെ കൊണ്ടുപോകാൻ കയറ്റിയില്ലേ എന്ന് പറഞ്ഞ പോലെ ലേലം ചെയ്യാൻ വേണ്ടി വെട്ടിയിട്ടേക്കുന്ന തേക്കന്തടികളാണ് അതിനകത്ത് കിടക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ എന്തേരം ലോട്ടറി കടകളാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ചെക്ക് പോസ്റ്റ് ആയിരുന്നു ഇത് ഒരു കാലത്ത്. വാളയാറിലെ സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റ്. അതൊക്കെ ഒരു കാലം അതല്ലേ. അതെല്ലാം GST വന്നതോടുകൂടി ഇതെല്ലാം നിന്നുപോയി. ഈ റൈറ്റ് സൈഡായിരുന്നു അങ്ങോട്ട് പോകുന്ന സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റ്. ബയോഡൈവേഴ്സിറ്റി റിച്ച് സോൺ, വാച്ച് ഔട്ട് ഫോർ വൈൽഡ് ലൈഫ്. സൂക്ഷിച്ചടിച്ച വനം കേട്ടോ. അപ്പോൾ നമ്മൾ നീണ്ട് 27ാമത്തെ ദിവസം തിരിച്ച് കേരളത്തിൽ കയറി. രാവിലെ 28 പറഞ്ഞ കേട്ടോ, സോറി 27. എന്റെ കാൽക്കുലേഷൻ ചെറുതാണ്ടും തെറ്റിപ്പോയി. അതെ, 27 ആയതേ ഉള്ളൂ, 28 ഓർത്തു. ഇപ്പം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ടോള് വാളയാർ വടക്കഞ്ചേരി എക്സ്പ്രസ് വേസ് പ്രൈവറ്റ് ലിമിറ്റഡ്. കാണാറുണ്ട്. ശരി. എൻ്റെ പേരിനെ രതീഷ്. അപ്പോൾ എൻ്റെ പേര് തന്നെയാണ് ശ്രീലാൽ. ഇവിടെ 540 രൂപ. സമയം എന്നായി? 5 മണിയായോ? സമയം 5:15. എന്തായാലും ഈ ട്രിപ്പിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ, ലാസ്റ്റത്തെ ആഗ്രഹമായിരുന്നു പരന്നും കിട്ടുന്നുള്ളൂ, അതും കിട്ടി.
നല്ലതുമാണ് കിട്ടിയത്. നല്ലതായിരുന്നു. അതിനൊരു മധുരം ഉണ്ട് കേട്ടോ. ആ ഞാൻ അക്കയോട് ചോദിച്ചു മധുരമുള്ളതാണോ, അപ്പൊ അതിനനുസരിച്ച് എനിക്ക് എടുത്തു തന്നെ. എന്തായാലും നേപ്പാളും കാണാൻ പറ്റി, കാഠ്മണ്ഡുവും കാണാൻ പറ്റി. പക്ഷെ കാഠ്മണ്ഡു ഞാൻ വിചാരിച്ച സ്ഥലമല്ല. എന്റെ മനസ്സിലെ കാഠ്മണ്ഡു ഭയങ്കര കുന്നിന്റെ മണ്ടയിൽ ഒരു സ്ഥലമായിരുന്നു. കുന്നിന്റെ മണ്ടയിലാണല്ലോ, പക്ഷെ ഇത് താഴ്വരയല്ലേ? താഴ്വര. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് കുന്നിന്റെ മുകളിൽ കയറി ചെന്നിട്ട് കുറച്ച് താഴ്വര. നമ്മൾ ശ്രീനഗർ പോലെ തന്നെ. കേറ്റമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചാലും കൂടുതലാ. അല്ല, കാഠ്മണ്ഡു എന്ന് പറയുമ്പോഴേ മലമ്പ്രദേശമാണല്ലോ. അല്ലെങ്കിൽ നേപ്പാളിന്റെ ഒരുപാട് ഭാഗങ്ങളും മലമ്പ്രദേശങ്ങൾ തന്നെയാണ്, ഹിമാലയത്തിന്റെ ഭാഗങ്ങളല്ലേ. നരകംപള്ളിപ്പുഴയാ. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, 1000 രൂപ ട്രക്ക് റൈറ്റ് സൈഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ 1000 രൂപ പഴ. ഇപ്പോൾ നമ്മൾ പാലക്കാട് എത്തി, ചന്ദ്രനഗർ എത്തി. ഇവിടുന്ന് നമ്മൾ കോഴിക്കോടും പാലക്കാട് ടൗണും ഒക്കെ ഇവിടുന്ന് ഈ പാലത്തിൻ്റെ അടിയിൽ കൂടെ റൈറ്റ്. ഒത്തിരി ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു നമ്മളിപ്പോൾ, ഒരുപാട് പേരെ കണ്ടു. ഇവിടെ ഇവിടെ നമ്മളെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി ഒന്ന് കണ്ടിട്ട് പോകാം. അതൊക്കെ നേരത്തെ വന്നല്ലേ, മിക്കാറും വരുമ്പോഴെല്ലാം രാത്രിയായി പോകും. അത് ശരിയാ. അപ്പോൾ നമ്മൾ സുഹൃത്തിൻ്റെ ഒക്കെ വീട്ടിലൊക്കെ പോയി കുറച്ച് ലേറ്റായി. ഇപ്പം നേരെ തൊടുപുഴയിലേക്ക്. അതെ. എന്നിട്ട് കോ ഡ്രൈവർ വണ്ടിയെ കിടക്കും ഇന്ന്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ വീട്ടിൽ പോകും. അയ്യോ, പിന്നെ ഞാനാ കുടുംബത്തിലല്ലേ. അല്ല, വണ്ടിയിൽ ആരെങ്കിലും ഡ്യൂട്ടി വേണമല്ലോ. അപ്പൊ നമ്മൾ ഇച്ചിരി സന്ധ്യസമയം കഴിഞ്ഞതുകൊണ്ടേ റോഡിലെ തിരക്കൊക്കെ ഇച്ചിരി അങ്ങ് കുറഞ്ഞു. കണ്ടോ, നോർത്ത് ഇന്ത്യൻ വണ്ടികൾ കറക്റ്റായിട്ട് ലെഫ്റ്റിൽ നിൽക്കുന്നത് കണ്ടോ. ഇത് നോർത്ത് ഇന്ത്യൻ അല്ല കേട്ടോ, ബംഗാൾ വണ്ടി ആണേലും അപ്പം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ പോലീസ് കറക്റ്റായിട്ട് നോക്കി വലത്ത് സൈഡിൽ കൂടെ പോയാൽ എഴുതിയും വെച്ചിട്ടുണ്ട് ഫൈനും അടിക്കുമെന്നുള്ളതുകൊണ്ടാണ്. പന്നിയങ്കര ടോൾ പ്ലാസ. വണ്ടികളൊന്നുമില്ല, വണ്ടികൾ ഭയങ്കര കുറവാണല്ലോ. അങ്ങനെ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ഒരേ ഒരു ടണലായ കുതിരാൻ ടണലിലേക്ക് കയറാൻ പോവുകയാണ്. ഈ ടണൽ വന്നുകൊണ്ട് ഇവിടെ നമുക്ക് ട്രാഫിക് ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. അല്ലെങ്കിൽ ഇതൊരു വലിയ കടമ്പ തന്നെയായിരുന്നു ഇവിടെ കുതിരാൻ കയറ്റം. ഞാൻ ഉണ്ടല്ലോ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഞങ്ങൾ കൊച്ചില് നമ്മൾ ഈ ടണല് വരുന്നതിന് മുന്നേ നമ്മൾ ആ വഴി പണ്ടത്തെ വഴിക്ക് പോയല്ലോ, അപ്പൊ അതിന്റെ ഓർമ്മ. അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും ഇത് ഏത് വഴിയായിരുന്നു അത്, ഇവിടെ അടുത്തൊന്നും നമ്മള് പോയില്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇന്നാണ് ചോദിച്ചപ്പോ അച്ഛ പറഞ്ഞേ അതിനായി ടണല് വന്നേന്ന്. അന്നേരം മനസ്സിലായേ. ഞാനില്ലെങ്കിൽ ഇങ്ങനെ അത് ഞാൻ കൊറേ ആലോചിച്ചു ഞാൻ അത് ഏത് വഴിയായിരിക്കും. പിന്നെ ആ അമ്പലം ഇല്ലേ, അതാ പിന്നെ ഒരു മാർക്കായിട്ട് എനിക്ക് ഓർമ്മയുള്ളത്. അയ്യപ്പ ക്ഷേത്രം ഉണ്ടായിരുന്നു അവിടെ എല്ലാരും നേർച്ച ഇട്ടിട്ടൊക്കെ അല്ലായിരുന്നു പോകുന്നത്. കണ്ടോ എത്ര പെട്ടെന്ന് നമ്മൾ ആ മലയുടെ ഇപ്പുറം എത്തി. ഇവിടെ കൊണ്ടോ, ഇവിടെ റോഡ് പണിതപ്പോൾ അരച്ചത് പോലെ നല്ല രസമുണ്ട്, പക്ഷേ അത് ഭയങ്കര ഡേഞ്ചറുമാണ്. നമ്മൾ ഇന്നാളൊരു ട്രിപ്പിന് ഇതുവഴി ഏതോ ഒരു ട്രിപ്പ് വരുമ്പോഴാണ് ആ കനാലിൻ്റെ തൂണില്ലേ ആ ആർച്ച്, അതിൻ്റെ ഒരു ലോറി മഴയത്ത് എനിക്കൊന്ന് എങ്ങനെ കാണാതോ എങ്ങനെ വന്ന് ഇടിച്ചു കയറി കിടപ്പുണ്ടായിരുന്നു. ഇന്നാള് പറഞ്ഞ ഞാൻ ഓർക്കുന്നു. ഞാനില്ലായിരുന്നു, നിങ്ങൾ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. അല്ല, എങ്ങോട്ടോ നമ്മൾ പോകാൻ വേണ്ടി വന്നപ്പോഴാണ്, അങ്ങോട്ട് പോകുമ്പോഴാ. അപ്പോൾ നമ്മളുടെ അവസാന ടോളിലെത്തി, ഈ ട്രിപ്പിലെ അവസാന ടോള്. ജലചേച്ചിനെ കാണണം, വണ്ടി നേപ്പാളിൽ പോയിട്ട് വന്നിട്ടുണ്ടോ അപ്പൊ നോക്കുമ്പോ രാജ്യം കുറെ ആളെ ചേച്ചിനെ കാണണം, പരിചയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. നേരെ ചേർത്തലക്കാണോ? എല്ലാരും ചേർത്തല തന്നെ. ആ സൈഡിലേക്കാണല്ലോ വണ്ടി കൂടുതൽ, ഇങ്ങോട്ട് വണ്ടി കുഴപ്പമില്ല. ആ സൈഡ് മൊത്തം ബ്ലോക്ക് ആണല്ലോ. കുറച്ച് വണ്ടികളൊന്നും അല്ല, എത്ര നേരമായി, കുറേ വണ്ടികളുണ്ട്, കുറേ ദൂരമുണ്ട്. ഇവിടെയും ബ്ലോക്കാ, ഇവിടെയും ഒരു ഫ്ലൈ ഓവർ പണിയുന്നുണ്ട്, ഇവിടെയും നല്ല ബ്ലോക്കാ. അവിടെ ഉണ്ടല്ലോ ഹൈവേയില് 2 ലൈനിലും സർവീസ് റോഡും 2 ലൈൻ വണ്ടി നിൽക്കും. ആ ഫ്ലൈ ഓവറുകളെല്ലാം പണി തീരാതെ ഇവിടുത്തെ ബ്ലോക്ക് മാറുകയല്ല, ലോറികളാ കൂടുതലും. ആ സൈഡിൽ എന്നാ തിരക്കാന്ന് നോക്കി, എത്ര സമയമായില്ലേ. അപ്പോൾ നമ്മൾ അങ്കമാലി എത്തി. അപ്പോൾ ഇവിടെ നേരെ പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, തൊടുപുഴ. അപ്പോൾ NH 544 ഇറങ്ങി, 544 അതിലെ നേരെ പോയി നമ്മൾ MC റോഡിൽ കയറി. അപ്പൊ ഇത് അമേരിക്കയിൽ നിന്ന് വന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആണ്, മാത്തുക്കുട്ടിച്ചേട്ടനും സോണിയ ചേച്ചി. അതിനല്ല, വരുന്ന വഴിക്ക് തന്നെ നമ്മളെ കണ്ടേക്കലും വളരെ സന്തോഷം, ഞങ്ങൾക്ക് സന്തോഷം. അപ്പോഴേ ചേട്ടന് പണ്ട് ബസ് സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു. ബസ് ഞാൻ നല്ലപോലെ ഓർക്കുന്നുണ്ട് കേട്ടോ, അടവക്കാടെന്ന് പറഞ്ഞ് ബസ് ഓർക്കുന്നുണ്ട്. ഒരു തവണ നല്ല പ്രതാപമുള്ള ബസ് സർവീസ് എല്ലാവർക്കും. അതെ,
അതിന് 2 വണ്ടി അല്ലേ? 2 വണ്ടി അതിന്റെ അങ്ങോട്ട്. അത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാ വെച്ചാൽ എൻ്റെ ചെറുപ്പത്തില് അന്ന് കോലത്തോട് സ്കൂളിൽ പഠിക്കുകയായിരുന്നു. അതെ, ആ സമയത്ത് അങ്ങനെ വണ്ടി കണ്ടിട്ടുണ്ട്. അപ്പം ഏതായാലും കാണാൻ പറ്റി. അപ്പോൾ നമ്മളങ്ങനെ ലോഡ് ഇറക്കേണ്ട കമ്പനിയിലെത്തി. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞു. അപ്പോൾ നാളെ കമ്പനിക്ക് അവധിയാണ്. അപ്പം നാളെ ലോഡ് ഇറക്കത്തില്ല. അപ്പം വണ്ടി കയറ്റി കമ്പനിയിലൊക്കെ ഇട്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം. എന്നിട്ട് നാളെ കഴിഞ്ഞ് ലോഡ് ഇറക്കാനായിട്ട് വരാം. രാജേഷ് ബ്രോ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളെ കൊണ്ടുപോകാൻ ആരാ വന്നേക്കുന്നതെന്ന് നോക്കിയാൽ നമ്മുടെ രാജേഷ് ബ്രോ. എന്നാണ്ട്? സുഖം. നീ എൻ്റെ ട്രിപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? ഒരു ലോഡ് സാധനമുണ്ട് വണ്ടിയെ നിറക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടിക്കകത്ത് കയറ്റി. ഇതിൽ കൂടുതലും തുണി കഴുകാനുള്ള തുണികൾ അതിനകത്തുള്ളതല്ലാതെ. ഉറക്കം വരുന്നുണ്ടോ? എന്നാ കയറിയോ. നീ പോയേക്കേ. നീ എന്തിനാ താമസിക്കുന്നേ? ഇനി വണ്ടിയൊക്കെ നമുക്ക് കമ്പനിക്കകത്തേക്ക് എടുത്തിടണം. അപ്പം നമ്മുടെ നേപ്പാൾ യാത്രയുടെ 28ാമത്തെ ദിവസം തുടങ്ങി. ഇപ്പം സമയം ഇപ്പോൾ 1 മണിയായി. പിന്നെ നമ്മുടെ ഇവിടുത്തെ കമ്പനികളെല്ലാം നല്ല എന്നാ പറയുന്നത്, നല്ല ഒരു ഇതാണ് കമ്പനി. കാരണം വെച്ചാൽ ഒരുവിധം എല്ലാം പരിസരമൊക്കെ നല്ല നീറ്റും അങ്ങനെയൊക്കെയാണ്. പിന്നെ അത് തന്നെയല്ല, ഇവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. നല്ല സേഫായിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് പോകാം ധൈര്യമായിട്ട്. ഇപ്പം നമ്മുടെ നേപ്പാൾ ട്രിപ്പ് പൂർണ്ണമായില്ല, ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തി. കമ്പനി വരെ എത്തി. ലോഡ് ഇറക്കി വെച്ച് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോഴേ പൂർണ്ണമാവുള്ളൂ. അടുത്തായതുകൊണ്ടാണ് നമ്മൾ വണ്ടി ഇട്ടിട്ട് പോകുന്നത്. അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്തിട്ട് ലോഡ് ഇറക്കിയിട്ടില്ലേ പോക്ക് നടക്കുള്ളൂ, അകലെയാണെങ്കിൽ. അതെ, ഇതിപ്പോൾ വീടെടുത്തായതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ കണ്ടോ. അപ്പോൾ അതെ, വണ്ടിയൊക്കെ സേഫായിട്ട് നമ്മളവിടെ പാർക്ക് ചെയ്തു. എയർ ലീക്കാവുന്ന സൗണ്ട് കേട്ടോ. ബലൂൺ പൊട്ടി. ഒരു വണ്ടി കൊടുത്തു വിടാൻ പറ്റില്ല, എല്ലാം കൊണ്ട് നശിപ്പിച്ചു. സ്ഥിരം വരുന്ന ആളില്ലാത്തോണ്ടാന്ന് തോന്നുന്നു. വണ്ടിക്ക് നല്ല മൂവിങ് ആയിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ വന്നു. നല്ല തള്ളായിരുന്നല്ലേ. പെട്ടെന്ന് ഇങ്ങെത്തി. അതെ, 4 ദിവസം ആയതേ ഉള്ളൂ. ലോഡ് ആയിരുന്നു. ആനമൊക്കെ ഇവിടെ എത്തി. എവിടുന്നാ? ഗോരഖ്പൂരിന്ന്. അത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് 4 ദിവസം പൂർത്തിയായുള്ളൂ. അതിനിടയ്ക്ക് ഞങ്ങള് അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ഞങ്ങള് ബ്ലോക്കിൽ കുറച്ച് സമയം കിടന്നു, 3-4 മണിക്കൂർ. പിന്നെ ഇന്നലെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇന്നലെ വൈകിട്ട് സ്ഥലത്ത് വന്നിട്ട് ഇന്ന് രാവിലെ സ്ഥലത്ത് നിന്നെടുത്ത്. അതേ പറഞ്ഞു, നോർമലി വരുന്നവരല്ല വണ്ടി ഇങ്ങനെ അങ്ങ് പോന്ന് പറഞ്ഞു. ക്യാമറമാൻ കുറച്ചേ ഓടിച്ചുള്ളൂ. എന്തിനാ എനിക്ക് ഇത്തവണ പ്രൊമോഷൻ കിട്ടി കേട്ടോ. പകുതി ഇത് മറ്റേ പകുതി പ്രൊമോഷനാ. ചിലപ്പോ പിന്നെയും ഗോയാക്കും, ചിലപ്പോ പിന്നെയും മെയിനാക്കും. പറയാൻ പറ്റില്ല, തീരുമാനമായിട്ടില്ല. നമ്മളൊരു ഷോർട്ട് കട്ട് ചാടി കൂത്താട്ടുകളും എത്തി. അതെ, ഞങ്ങളൊന്നും കഴിച്ചില്ല. നേരെ കട വല്ലതും ഉണ്ടോ എന്ന് നോക്ക്. ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും നിർത്ത്. പൊറോട്ട കഴിച്ചിട്ടേ എത്ര ദിവസമായി? 1 മാസമായി. അത് ക്യാമറമാൻ വന്നപ്പോഴേ ചാടിപ്പുറത്തി പൊറോട്ട മതിയോ? ചൂട് ചൂട് ഇപ്പം അടിച്ചോണ്ടിരുന്ന പൊറോട്ടയാ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ചേച്ചി ഇതേ നമ്മുടെ ഫാമിലി മെമ്പറാണ്. അതല്ല, ചേച്ചി ഇന്ന് പുതിയ കട ഇന്നിവിടെ തുടങ്ങിയതേ ഉള്ളൂ. പേരെങ്ങനെയാ ചേച്ചി? സിന്ധു. അടുത്ത് തന്നെയാണ് വീട്. അപ്പം നല്ല ഫുഡൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളത് ഏറ്റുമാനൂർ വരെ കൊണ്ടുവിട്ടിട്ടുണ്ട് നമ്മുടെ ബ്രോയെ. വീട്ടിൽ പോകണോ? വരുവാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോവാം. നേരം വെളുത്ത് ഇനി എന്നാ ചായ കുടിക്കുന്നത്? നേരം വെളുത്തല്ല ചായ കുടിക്കുന്നത്. അപ്പം അതെ. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പോൾ കുറേ ദിവസങ്ങൾ കൂടി നമ്മളങ്ങനെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം വീട്ടിൽ 28ാമത്തെ ദിവസം. അതെ, എവിടെ പോയാലും വീട്ടിൽ വന്ന് കയറുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ്. ഇനി ഒന്ന് കുളിച്ച് കിടന്നുറങ്ങണം. സമയം 2:30 2:45. ഈ 2:45? ഫുഡ് കഴിക്കാനൊക്കെ നേരത്തെ കുറേ സമയം പോയി. ഇനിയിപ്പോൾ ഫുഡൊന്നും കഴിക്കണ്ടല്ലോ. അതെ, കുളിക്കുക, കിടക്കുക, ഉറങ്ങുക. അപ്പോൾ ഇനിയിപ്പം ഗുഡ് നൈറ്റ് പറയണം. ഇനി ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ മതി.